ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, പൊടിച്ച് വെച്ച പൊടികളും അതുപോലെ തന്നെ പുട്ടുപൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പൊടികളിലൊക്കെ പെട്ടെന്ന് തന്നെ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് പ്രാണികളൊന്നും വരാതെ ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പ്രാണികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ റവ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ പ്രാണികൾ വന്നിട്ട് നമ്മൾ പൊടി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തതായിട്ട് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും കത്രികകളൊക്കെ. അപ്പോൾ കത്രികകൾ ഇതുപോലെ ഒരു ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ കട്ട് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ആ മൂർച്ച നന്നായിട്ട് തന്നെ കൂടി കിട്ടും. ഇനിയിപ്പോൾ കത്രിക മാത്രമല്ല കേട്ടോ, എല്ലാവരും വീട്ടിലും നെയിൽ കട്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ഇതുപോലെ നെയിൽ കട്ടറും ഈ ഒരു ഫോയിൽ ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മൂർച്ച കൂടി കിട്ടും. നമുക്കത് പെട്ടെന്നൊന്നും ഒഴിവാക്കാതെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലും ഫോയിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർ ഇതുപോലെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഗുളിക കവർ, അത് ഇതുപോലെ ഫോയിൽ വെട്ടുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂർച്ച കൂടി കിട്ടും. അടുത്തതായിട്ട് ഹാങ്ങർ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കുറേ ഹാങ്ങർ വെച്ചിട്ടുള്ള ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കാണാം, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ അതാ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ടിഷ്യൂ റോളൊക്കെ ഉണ്ടല്ലോ, ടിഷ്യൂ റോള് ഈ ഒരു ഹാങ്ങറിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല ഈസി അല്ലേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ ആണെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഹാങ്ങർ ഇങ്ങനെ ഊരിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് വേറൊരു ടിപ്പാണ് ഹാങ്ങർ വെച്ചിട്ട് തന്നെ. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ കുട്ടികളെ ഷോക്സുകളൊക്കെ നമ്മൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ വെക്കുമ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ആ ഒരു ഹാങ്ങർ ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതുപോലുള്ള ക്ലിപ്പുകൾ ഉണ്ടല്ലോ, നമ്മൾ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ക്ലിപ്പുകൾ, അതിൽ ആ ഒരു രണ്ട് ഭാഗത്തും ഹോളുണ്ടാവും. ഹോളില്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് നമുക്ക് ഹോൾ ഉണ്ടാക്കി എടുക്കാമല്ലോ. അങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഓരോന്നും ആ ഒരു കമ്പിയിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമുക്ക് ആ ഒരു ഹാങ്ങറിൽ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ക്ലിപ്പ് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഷോക്സ് വേണമെങ്കിലും ആ ഒരു ക്ലിപ്പിൽ കൊള്ളുന്ന എത്ര ഷോക്സ് വേണമെങ്കിലും അതിലിതുപോലെ പിൻ ചെയ്ത് വെക്കാം.
അപ്പോൾ ഷോക്സും അതുപോലെ കുഞ്ഞു കുട്ടികളെ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ അത് എടുക്കാൻ പറ്റും. കാരണം മറ്റുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഷൂ അതുപോലെ തന്നെ ടൈ അതൊക്കെ നമുക്കിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നും ഉപയോഗിക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തതായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാവരും വീട്ടിലും വിറക് കൊത്തിപ്പിക്കാറുണ്ടല്ലേ. അപ്പോൾ വിറകൊക്കെ നമ്മൾ സാധാരണ ആളുകൾ വന്ന് അത് കൊത്തി മുറിച്ചിടാണ് ചെയ്യുക. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും, അതുപോലെ തന്നെ ഒരുപാട് കാശും ആവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇതുപോലെ വണ്ടിയിൽ വന്നിട്ട് മെഷീൻ വെച്ചിട്ട് കൊത്തിപ്പിക്കാറാണ്. നമുക്ക് ടൈമും ലാഭമാണ്, അതുപോലെ തന്നെ അധികം കാശൊന്നും ആവില്ല. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വണ്ടി വരണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. നമ്മളെ വീട്ടിൽ വണ്ടി വന്നിട്ട് അതിനകത്തേക്ക് വെച്ചിട്ടാണ് അവർ മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. എത്ര തടിയുള്ളതാണെങ്കിലും പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു തേനീച്ചയുടെ കൂട്. നല്ല തേനുണ്ടായിരുന്നു അതിനകത്ത്. ചെറിയ പീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അതല്ല നമ്മൾ നീളത്തിലുള്ള വലിയ പീസൊക്കെ ആണെങ്കിൽ അത് അവർ വണ്ടിക്കകത്തേക്ക് കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ മരങ്ങളും ഇപ്പോൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും 2 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് അവർ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വിറകുണ്ട് കേട്ടോ. അപ്പോൾ 1200 രൂപക്ക് 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ഈ ഒരു മരങ്ങളൊക്കെ നമുക്ക് അടുപ്പിനകത്തേക്ക് വെക്കാൻ പാകത്തിൽ മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സാധാരണ ഒരാൾ വന്നിട്ട് കൊത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, അതുപോലെ തന്നെ കാശ് ഒരുപാടാവും. അപ്പോൾ ഈ ഒരു പൈസക്ക് എന്തായാലും ഈ ഒരു കാര്യം ചെയ്തത് ഒരുപാട് ലാഭം തന്നെയാണ്. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അവർ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്